ഈ അക്കോമഡേഷൻ്റെ പുറത്തിറങ്ങിയ ചുറ്റും വൈൽഡ് ആനിമൽസ്, അതായത് ഓസ്ട്രേലിയയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒട്ടുമിക്ക വൈൽഡ് ആനിമൽസിനെയും നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൂടാതെ ഓസ്ട്രേലിയയിലെ മെയിൻലാൻഡിൽ ഇല്ലാത്ത ടൈപ്പുള്ള വൈൽഡ് ആനിമൽസിനെയും നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പം ഞങ്ങളുള്ളത് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ എന്നുള്ള ഐലൻഡ് സ്റ്റേറ്റിലാണ്. ഇതാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അക്കോമഡേഷൻ, പെപ്പേഴ്സ് അറ്റ് ക്രേഡിൽ മൗണ്ടൻ. അതായത് ക്രേഡിൽ മൗണ്ടൻ്റെ അടുത്തുള്ള പെപ്പേഴ്സ് ലോഡ്ജാണ്. ഇപ്പോൾ ഇതിൻ്റെ റിസപ്ഷനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മൊത്തം എന്ന് വെച്ചാൽ ഒരു ആൽപൈൻ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവരിങ്ങനെ ഒരു ആൽപൈൻ സ്ട്രക്ചറിൽ പണിയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എപ്പോൾ വേണമെങ്കിലും ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവാം. അതിപ്പോൾ വിൻ്റർ ആവണമെന്നില്ല. ഇപ്പോൾ ഞങ്ങളുള്ളത് സമ്മറിലാണ്, അതായത് ഡിസംബറിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെയുള്ളത്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 12 ഡിഗ്രിയാണ്. അപ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ള സോഫയും കാര്യങ്ങളും ഈ റിസപ്ഷൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. അപ്പോൾ രാത്രിയും പകലും അവർ അത്യാവശ്യം നന്നായിട്ട് ആ ഫയർ പ്ലേസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് ആണ് അവരൊരു, എന്താ പറയുക, നമുക്കൊരു നല്ലൊരു ചാമോട് കൂടി ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസാണ് അവർ റിസപ്ഷനിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ റിസപ്ഷൻ്റെ ലോഞ്ച് ഏരിയയുടെ ഒരു സൈഡിൽ കൂടി തന്നെയാണ് റെസ്റ്റോറൻറ്റിലേക്കുള്ള ഒരു ഡോറ് വരുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് നല്ല വാമായിട്ട് തന്നെ നിൽക്കുക. എന്ന് വെച്ചാൽ അവിടെയും 1-2 ഫയർ പ്ലേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു എംപ്റ്റി ടേബിൾ ചൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു എംപ്റ്റി ടേബിളിൻ്റെ നമ്പർ വന്ന് നമ്മൾ ഓർഡർ ചെയ്യണതിൻ്റെ കൂടെ പറയണം. എന്നാൽ മാത്രമാണ് അവർ നമ്മൾ ആ ചൂസ് ചെയ്ത ടേബിളിലേക്ക് ഡെലിവറി ചെയ്യേണ്ടാവുക. ഇതിൻ്റെ അകത്തുള്ള ഫുഡ് ഞങ്ങൾക്കൊരു ഓക്കെ ടൈപ്പ് ആയിരുന്നു. പിന്നെ വെച്ചാൽ നല്ല തിരക്കുള്ള സമയം കൂടിയായിരുന്നു. പിന്നെ അതിനകത്ത് ഫുഡ് മാത്രമല്ല, നമുക്ക് ബെവറേജസ് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. കോഫി ഉണ്ട്, ഹോട്ട് ഡ്രിങ്ക്സ് ഉണ്ട്, ബിയർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ ക്യാബിനോ അല്ലെങ്കിൽ കോട്ടേജ് എന്നോ പറയാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് നിർത്താം. ഇതൊരു ഡ്രൈയിങ് സ്പേസ് ആണ്. അതായത് നമ്മുടെ ഷൂസ് അല്ലെങ്കിൽ മഴ നനഞ്ഞ് വന്നിരിക്കുന്ന ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഇപ്പോൾ മഞ്ഞ് നനഞ്ഞ് വന്നിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ നമുക്ക് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നൊരു ഡ്രൈ സ്പേസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ റൂം വരുന്നത്. വളരെ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ഈ റൂമിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ബെഡുണ്ട്, അത്യാവശ്യം ഇരിക്കാനുള്ള 2 സോഫ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൗച്ച് ബെഡ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ കിടക്കാം, അങ്ങനത്തെ ഒരു സൗകര്യമുണ്ട്. പിന്നെ ഇതിനകത്ത് ആമ്പിൾ സ്പേസ് ഉണ്ട്, നമ്മുടെ ലഗേജ് എല്ലാം വയ്ക്കാൻ, നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഒരു കോഫി മെഷീൻ ഉണ്ട്, പിന്നെ നമുക്കൊരു ഓഫീസ് ടേബിൾ എന്നുള്ള രീതിയിൽ അതിനുള്ള ചെയറും തന്നിട്ടുണ്ട്. പിന്നെ ഈ ബെഡിൽ സുഖമായിട്ട് 2 പേർക്ക് കിടന്നുറങ്ങാവുന്ന അത്രയ്ക്ക് നല്ല രീതിയിലുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡും കൂടിയായിരുന്നു കേട്ടോ. പിന്നെ അവർ നമുക്ക് കുറച്ച് കോംപ്ലിമെൻ്ററി സാധനങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വിൻഡോ കൂടിയുള്ള വ്യൂ ഭയങ്കര രസമായിരുന്നു, നല്ല ഗ്രീൻ. എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണിക്കുന്നതിലും ഭംഗിയായിരുന്നു. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചിപ്സിൻ്റെ പാക്കറ്റ് ഉണ്ട്, കുറച്ച് ബിസ്ക്കറ്റ്സ് ഉണ്ട്, പിന്നെ കിറ്റ്കാറ്റ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് വൈൻ തന്നിട്ടുണ്ട്, അത് ഷിറാസാണ്. പിന്നെ ഉള്ളത് ആ ബ്ലൂ കളറിലുള്ളതെല്ലാം വാട്ടർ ബോട്ടിൽസാണ്. അതൊരു എക്കോ ഫ്രണ്ട്ലി ടൈപ്പ് വാട്ടർ ബോട്ടിൽസാണ്. അതായത് നമ്മൾ പേപ്പർ ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയ വാട്ടർ ബോട്ടിൽസാണ് അതെല്ലാനും. അതേപോലെ റൂമിൻ്റെ അകത്തൊരു ഫയർ പ്ലേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഈ റൂമിനെ വാമാക്കി നിർത്തുന്നത്. വേറെ എ സിയോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ ഹീറ്ററോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫാൻ മാത്രമാണ് ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതെന്ന് വെച്ചാൽ ടോട്ടലി ഒരു വുഡൻ സ്ട്രക്ചർ തന്നെയാട്ടോ ഇതിനും. ഇവിടുത്തെ ടോയ്ലറ്റും ഭയങ്കര നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഷവർ സ്പേസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വെച്ചേക്കണേ. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ടോയ്ലറ്ററീസും തന്നിട്ടുണ്ട്, ഷവർ ക്രീമും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ അക്കോമഡേഷൻ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. കാര്യം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണെങ്കിലും നമ്മളൊരു ടൈം സ്ലോട്ട് പറയണം, എത്ര സമയത്തിനാണ് നമ്മൾ വന്ന് കഴിക്കാൻ താല്പര്യപ്പെടുന്നതെന്ന് പറയണം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച അതേ റെസ്റ്റോറൻ്റ് അല്ലാതെ റിസപ്ഷൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, സെപ്പറേറ്റ് സ്പേസിലായിട്ടാണ് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നത്. ഇതൊരു കോണ്ടിനെൻ്റലും അതുകൂടാതെ തന്നെ ഒരു ഓസ്ട്രേലിയൻ ടൈപ്പായിട്ടുള്ള രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കാണുന്നത് ഫ്രഞ്ച് ടോസ്റ്റും ഹാഷ് ബ്രൗണും ആണ്. പിന്നെ ഇത് പാൻ കേക്കാണ്. അതിന് വേണ്ടുന്നുള്ള സിറപ്പും കാര്യങ്ങളും എല്ലാം അവരവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മഷ്റൂമും ബീൻസിൻ്റെയും ഒരു ഡിഷാണ് വരുന്നത്. നോർമലി ഇവിടെ ഓസ്ട്രേലിയയിലെല്ലാം കൂടുതലായിട്ട് കാണുന്നതാണ്. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോർക്കിൻ്റെ സൊസേജാണ് വരുന്നത്. ഹാം സൊസേജും പിന്നെ ടൊമാറ്റോസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഇതും പോർക്കിൻ്റെ തന്നെയാണ്, സ്ട്രൈപ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നോർമലി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇവിടെ എല്ലാം ബ്രെഡിൻ്റെ കൂടെ വെച്ച് കഴിക്കുന്നതാണ്. നമ്മളെന്താ പറയുക, ഒരു സാൻഡ്വിച്ചിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞാൽ സ്ക്രാമ്പിൾഡ് എഗ്ഗാണ്. അതുകൂടാതെ പോസ്റ്റോ അല്ലെങ്കിൽ ഫ്രൈഡ് എഗ്ഗോ ഓൺ റിക്വസ്റ്റ് എന്നവർ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്.
ഇത് കുറച്ച് ഡ്രൈഡ് ഫ്രൂട്ട്സും പിന്നെ പൊറിഡ്ജും ഒക്കെയാണ്. ഇവിടെ പൊറിഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്ന കഞ്ഞിയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ചോറിൻ്റെ കഞ്ഞിയല്ല. ഇവർ ഓട്സിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പൊറിഡ്ജാണുള്ളത്. പിന്നെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് മൊത്തം ഒരു ഗ്ലൂട്ടൻ ഫ്രീ സ്പേസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ബ്രെഡുകളും കാര്യങ്ങളെല്ലാം ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഗ്ലൂട്ടൻ വേണ്ടുന്നവർക്ക് അത് ചൂസ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് വേണ്ടുന്ന ജ്യൂസ് കൊടുത്തിട്ട് മാംഗോ ജ്യൂസും ആപ്പിൾ ജ്യൂസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അവിടെ നിന്ന് എടുത്ത് കുടിക്കാം. അതുകൂടാതെയുള്ള നോർമൽ വൈറ്റ് ബ്രെഡും പിന്നെ മഫിനും അതിനുള്ള ജാമും സ്പ്രെഡൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബ്രെഡ് വേണമെങ്കിൽ അവിടെ നിന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് നമ്മൾക്ക് അവർ ടേബിൾ കൊണ്ടുപോയി കാണിച്ചു തരികയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മുടെ ടേബിളിൽ നിന്നാണ് അവർ കോഫിയുടെ ഓർഡർ എടുക്കുന്നത്. ഇത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് എന്തോരം വേണമെങ്കിലും കഴിക്കാം. ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കൂടി തന്നെയുള്ളൊരു വഴിയാണത്. ഇതെന്ന് വെച്ചാൽ ഇത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇവിടെ നിന്നാണ് എൻചാൻറ്റഡ് വാക്ക് എന്നുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വാക്കാണ്. അതും ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ പല ടൂറിസ്റ്റുകളും ഈ ഒരു എൻചാൻറ്റഡ് വാക്കിന് വേണ്ടി മാത്രം വരുന്നുണ്ട്. അതൊരു 20 മിനിറ്റ്സും പിന്നെ 30 കിലോമീറ്ററിൻ്റെ സെപ്പറേറ്റ് വാക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ എൻചാൻറ്റഡ് വാക്കാണ്. അപ്പോൾ വെച്ചാൽ എൻചാൻറ്റഡ് വാക്കിൽ കൂടി പോകുമ്പോൾ നടക്കുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് ഇതേമാതിരി കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.